ഒരാൾ ജനിച്ച സമയം, ആ സമയത്ത് നക്ഷത്രത്തിൽ നമ്മളുടെ രാശി ഗ്രഹനിലകളൊക്കെ ഒരേപോലെ വരുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ഗുരുവിൻ്റെ ജയന്തി നമുക്കറിയാം. ഗുരു ജനിക്കുന്ന സമയത്ത് ലോകം മുഴുവൻ, പ്രപഞ്ചം മുഴുവൻ പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുകയായിരുന്നു. ആ ഒരു സമയം വീണ്ടും ഓരോ വർഷവും വന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഗുരു പല പ്രാവശ്യം പലരോടും പറഞ്ഞിട്ടുണ്ട്, ഈ ജയന്തി ദിവസങ്ങളിൽ വരാത്ത പരീക്ഷയ്ക്കൊക്കെ പോയവരാണ്, അതിനേക്കാൾ വലിയ പരീക്ഷയിൽ ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ ഗുരുവിൻ്റെ ആശ്രമത്തിൽ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അതിൻ്റെ നന്മ ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ അവസരത്തിൽ ഇവിടെയുള്ള സകലരും, കുഞ്ഞു കുട്ടികളടക്കം സകലരും ആശ്രമത്തിൽ എത്തിച്ചേരണമെന്നാണ് എനിക്ക് നിങ്ങളോട് ആദ്യമായി അപേക്ഷിക്കാനുള്ളത്. രണ്ടാമതായി അവിടെ നടക്കുന്ന ഒരുപാട് ആൾക്കാർ അവിടെ വരും, വിശ്വാസികളും അല്ലാത്തവരുമായിട്ടുള്ള ഒരുപാട് ജനങ്ങൾ. അപ്പോൾ അവിടെ നടക്കുന്ന എല്ലാ കർമ്മങ്ങളിലും പങ്കെടുക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായ അന്നദാനത്തിൽ നമ്മളുടെ പങ്ക് അതിൽ ഭാഗമാക്കാവും. അപ്പോൾ നമ്മളോട് കേന്ദ്രാശ്രമത്തിൽ നിന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് കണ്ണൂരിൽ തലശ്ശേരിയും കണ്ണൂരും കൂടി ഒരു 1,00,000 രൂപ കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കർമ്മത്തിൽ എല്ലാവരും പങ്കെടുക്കുക, നിങ്ങളുടെ കഴിവിനത്തെ അനുസരിച്ചിട്ട്. ആർക്കും നിർബന്ധമല്ല, പക്ഷേ ഗുരുവിൻ്റെ അന്നദാനത്തിന്, ഗുരുവിൻ്റെ ജയന്തിക്കുള്ള അന്നദാനത്തിന് നമ്മളുടെ ഒരു പങ്കുണ്ടാവുക എന്നുള്ളത്, അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ഞാൻ നിങ്ങളോട് ആരോടും പറയേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ അറിഞ്ഞ് ചെയ്യാറുണ്ട്, അത് ചെയ്യണമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ ജന്മദിനത്തിന് പോകാൻ പറ്റാത്ത പലർക്കും ടിക്കറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഉള്ള ഒരവസരം വന്നപ്പോൾ നമ്മൾ ബസ് ബുക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഓഫീസുമായി ബന്ധപ്പെട്ടാൽ ടിക്കറ്റ് കിട്ടാത്തവർക്ക് ബസ് ബുക്ക് ചെയ്യാം. പക്ഷേ അത് നിങ്ങൾ വിളിച്ച് അഡ്വാൻസ് സഹിതം ഓഫീസിൽ പറഞ്ഞാൽ മാത്രമേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് എല്ലാ യൂണിറ്റിലും എല്ലാവരെയും അറിയിക്കുക. പോകാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് ഓഫീസിൽ വിളിച്ച് പറഞ്ഞാൽ നമുക്ക് ബസ് ബുക്ക് ചെയ്യാം. അതാണ് രണ്ടാമത്തെ കാര്യമായിട്ട് പറയേണ്ടത്. പിന്നെ മൂന്നാമത്തെ കാര്യം, നമ്മളെപ്പോഴും പറയുന്നത് പോലെ, സ്വാമി പറയുന്നത് പോലെ, വ്യാഴാഴ്ച പ്രാർത്ഥന. ഇപ്പോൾ സ്വാമി ഷാജേഷ് പറഞ്ഞ പോലെ സ്വാമി വന്നതിന് ശേഷം വ്യാഴാഴ്ച പ്രാർത്ഥന എന്തിനാണ് ചെയ്യുന്നതെന്നെങ്കിലും നമുക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ വ്യാഴാഴ്ച പ്രാർത്ഥനയിലെ ആൾക്കാരുടെ സാന്നിധ്യം കൂടിയിട്ടുണ്ട്, പക്ഷേ അത് പോരാ. എല്ലാവരും നമ്മളുടെ ആശ്രമത്തിൻ്റെ വിശ്വാസികളായിട്ടുള്ള കുടുംബത്തിലുള്ള എല്ലാവരും തന്നെ ഈ വ്യാഴാഴ്ച പ്രാർത്ഥനയിൽ പങ്കെടുക്കണം. കാരണം അതിൻ്റെ നന്മ നമ്മളുടെ ജീവനിലും നമ്മളുടെ കുടുംബത്തിലും നമ്മളുടെ പിതൃക്കൾക്കുമൊക്കെ ഉണ്ടാക്കുന്ന നന്മ എന്താണെന്ന് സ്വാമി പല പ്രാവശ്യം നമ്മളോട്, വീടിൻ്റെ അന്തരീക്ഷവും അതുപോലെ നാടിൻ്റെ അന്തരീക്ഷവും മാറ്റാൻ വേണ്ടി ചെയ്യുന്ന ആ കർമ്മത്തിൽ എല്ലാവരും തന്നെ പങ്കെടുക്കണം. അതുപോലെ തന്നെ യാമപ്രാർത്ഥനയും അതുപോലെ നമ്മുടെ ചന്ദ്രൂരിലുള്ള തീർത്ഥയാത്രയും ഒക്കെ പങ്കാളിത്തം കൊണ്ട് കണ്ണൂർ ജില്ല ശ്രദ്ധേയമാവണം. ആ ഒരു കാര്യം കൂടി ഇപ്പോൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവരും തന്നെ വ്യാഴാഴ്ച പ്രാർത്ഥനയിലും അതുപോലെ മാസപ്രാർത്ഥനയിലും കുറച്ചാൾക്കാർ മാത്രം സ്ഥിരമായി പോകുന്നത് മാറ്റിയിട്ട് എല്ലാവരും തിരുവനന്തപുരത്തെ ആശ്രമത്തിൽ അവരുടെ നാടിന് വേണ്ടി, അവരുടെ വീടിനും അവരുടെ നാടിനും വേണ്ടിയിട്ടുള്ള ഒരു കർമ്മത്തിലാണ് നമ്മൾ പ്രാർത്ഥന ചെയ്യുന്നത്. അപ്പോൾ അതിന് എല്ലാവരും തന്നെ സഹകരിക്കണം. കുറച്ചാൾക്കാർ മാത്രം പോകുന്ന പരിപാടി മാറി എല്ലാ യൂണിറ്റിലും ആൾക്കാർ പോകുന്ന രീതിയിലേക്ക് കൊണ്ടുവരണം. പിന്നെ അടുത്ത ടീച്ചർ സംസാരിക്കാണ്ട് സ്വാമി സംസാരിക്കാനുണ്ട്. സ്വാമിക്ക് ഇന്ന് കുറച്ച് കൂടുതൽ സമയം കൊടുക്കണമെന്നുണ്ട്. എന്നാലും ഒരു ചെറിയൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതുപോലെ നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യം നിത്യപുഷ്പാഞ്ജലിയാണ്. ഇപ്പോൾ ഇന്ന് ഞാൻ ഒരാളോട് പറഞ്ഞപ്പോൾ, പ്രജീഷ് പറഞ്ഞപ്പോൾ, അങ്ങനെയുള്ളൊരു നിത്യപുഷ്പാഞ്ജലി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. നിത്യപുഷ്പാഞ്ജലി എന്താണെന്ന് അറിയാത്തവർ പലരുണ്ട്. നിത്യപുഷ്പാഞ്ജലി എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും പുഷ്പാഞ്ജലി ചെയ്യും. അപ്പോൾ അതിനെ നിത്യപുഷ്പാഞ്ജലി ചെയ്യുന്ന സമയത്ത് നമ്മൾ പുഷ്പാഞ്ജലിക്ക് 15 രൂപയാണെങ്കിൽ നിത്യപുഷ്പാഞ്ജലിക്ക് 10 രൂപയുള്ളൂ. ഇപ്പോൾ ഒരു മാസത്തേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് 300 രൂപയാവുള്ളൂ. അതേസമയത്ത് പുഷ്പാഞ്ജലി ആണെങ്കിൽ ഒരു മാസത്തേക്കാണെങ്കിൽ 450 രൂപയാവും. അപ്പോൾ അതുകൊണ്ട് നിത്യപുഷ്പാഞ്ജലി ചെയ്യാൻ എല്ലാവരും തയ്യാറാവണം. അതിൻ്റെ പ്രാധാന്യം ഞാൻ പല പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സ്വാമിയും അതിൻ്റെ പ്രാധാന്യം വിശദീകരിച്ചിട്ടുണ്ട്.
അപ്പോൾ പുഷ്പാഞ്ജലിയുടെ കാര്യത്തിൽ നിങ്ങൾ ഒരു പ്രത്യേക ശ്രദ്ധ, എല്ലാ വീട്ടിലും എല്ലാ ആൾക്കാരുടെയും പേരിൽ പുഷ്പാഞ്ജലി ചെയ്യാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം വായിക്കാനിടയായി. അപ്പോൾ അതിൽ പറഞ്ഞൊരു കാര്യം, ലവ് ഈസ് ലൈറ്റ്, സ്നേഹമെന്ന് പറയുന്നത് പ്രകാശമാണ്. അപ്പോൾ ഈ സ്നേഹമെന്ന് പറയുന്നത് അത് വലിയൊരു വാക്കാണ്, ചെറുതൊന്നുമല്ല. ലവ് അത് ഒരു കാമുകന് കാമുകിയോട് തോന്നാം, ഭർത്താവിൻ്റെ ഭാര്യയോട് തോന്നാം, മക്കളോട് തോന്നാം, അച്ഛനോട് മക്കൾക്ക് തോന്നാം, അമ്മയോട് മക്കൾ, ഇതെല്ലാം സ്നേഹമാണ്. അപ്പോൾ ഏത് തരത്തിലുള്ള സ്നേഹമാണ് പ്രകാശം? എല്ലാം സ്നേഹം തന്നെ. പക്ഷേ ഈ സ്നേഹത്തിലൊക്കെ ഒരു സ്വാർത്ഥതയുണ്ട്. ഗുരു പറഞ്ഞിട്ടുണ്ട് അല്ലേ? അച്ഛനും മക്കളോടുള്ള സ്നേഹത്തിലും അല്ലെങ്കിൽ മക്കൾക്ക് അച്ഛനോടുള്ള സ്നേഹത്തിലും ഒരു സ്വാർത്ഥതയുണ്ട്, ഒരു സെൽഫിഷ്നെസ് ഉണ്ട്. അപ്പോൾ സ്നേഹം എന്ന് പറയുന്നത് എന്താണ് വാസ്തവത്തിൽ? ലവ് എന്ന് പറയുന്നത് എന്താണ്? അപ്പം അതിനെപ്പറ്റിയായിരുന്നു ഞാൻ തിരഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സ്ഥലത്ത് നിന്ന് എനിക്ക് കിട്ടിയൊരു വാക്ക് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പലപ്പോഴും ദൈവത്തിനോട് പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിക്കുന്നത് എന്താണ്? എനിക്ക് എൻ്റെ മകളുടെ കല്യാണം നടത്തി തരണം. ഞാൻ ഒരു പ്രാവശ്യം ഗുരുവിൻ്റെ ഒക്കെ പോയപ്പോൾ, അതായത് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കൽ പണ്ടേ ഇല്ലായിരുന്നു. ഗുരുവിൻ്റെ ഇച്ഛ നടക്കണേ പ്രാർത്ഥിക്കാറുള്ളൂ. അപ്പോൾ ഒരു പ്രാവശ്യം ശിഷ്യപൂജകളൊക്കെ കാണാൻ പോയപ്പോൾ മക്കൾ രണ്ടുപേരും രാവിലെ എഴുന്നേക്കില്ല. ഉള്ള കാര്യം പറഞ്ഞെന്താ, രാവിലെ എഴുന്നേക്കില്ലായിരുന്നു. അപ്പോൾ ഞാൻ പല പ്രാവശ്യം പറയും, നിങ്ങൾ രാവിലെ എഴുന്നേക്കണം, അല്ലെങ്കിൽ ഞാൻ ഗുരുവിനോട് പറയും എന്ന് പല പ്രാവശ്യം പറഞ്ഞു. പക്ഷെ അവരനുസരിച്ചില്ല. അവസാനം ഒരു ദിവസം ഞാൻ അവിടെ എത്തിയപ്പോൾ ഞാൻ ഇന്ന് പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ അച്ഛൻ പറയരുതെന്ന് പറഞ്ഞു. പക്ഷേ അടുത്തെത്തിയപ്പോൾ ഞാനങ്ങ് പറഞ്ഞു, ഞാൻ ശിഷ്യയോട് പറഞ്ഞു, ഗുരുവേ ഇവർ രണ്ടുപേരും രാവിലെ എഴുന്നേൽക്കുന്നില്ല എന്ന്. അപ്പോൾ ഗുരു എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അതൊന്നും സാരമില്ല, അണ്ണൻ അവളുടെ കല്യാണം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഞാൻ അവളുടെ കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. അവളുടെ എന്താണ്, ഗുരുവിൻ്റെ മകളല്ലേ, അവിടെ എന്താ നടക്കട്ടെ, അങ്ങനെ പ്രാർത്ഥിക്കാറുള്ളൂ. അപ്പോൾ കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, അങ്ങനെ ചെയ്യണമോ? ഇപ്പോൾ ഗുരു പറഞ്ഞതല്ലേ അങ്ങനെ. അതിനുശേഷം ഞാൻ ഇപ്പോൾ പിള്ളേർ പുറത്തിറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞ്, അച്ഛൻ എന്തായി, അച്ഛന് കിട്ടിയില്ലേ, ഞങ്ങൾ രാവിലെ എണീക്കുന്ന ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന്. ഞാൻ പറഞ്ഞു, ഗുരു പറയാത്തതല്ല, നിങ്ങൾ പറഞ്ഞാലും എഴുന്നേക്കില്ല എന്നുള്ളത് അറിയുന്നതുകൊണ്ടാണെന്ന് പറഞ്ഞു. പക്ഷേ 6 മാസം കഴിഞ്ഞപ്പോൾ അമൃതയുടെ കല്യാണം നടന്നു. ഇപ്പോൾ സ്വാമി പലപ്പോഴും പറയുകയാണ്, നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാറില്ല, പക്ഷേ നമ്മൾക്ക് ഉതകുന്നത് പ്രാർത്ഥിക്കാൻ പറയുമെന്ന് പറയുന്നു. അപ്പോൾ എനിക്കത് അപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഞാൻ ഗുരു പറഞ്ഞതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും അവളുടെ കല്യാണം ഗുരുവിൻ്റെ ഇച്ഛക്കതിന് ശേഷം നടക്കണം എന്ന് പ്രാർത്ഥിച്ചു. ഒരു 6 മാസം ആകുമ്പോൾ അവളുടെ കല്യാണം നടന്നു. അപ്പം നമ്മൾ ആഗ്രഹിച്ചിട്ടാണ് പലതും പ്രാർത്ഥിക്കുന്നത്. ഒരു സ്വാമി പറയുന്നത് കേട്ടു ഒരു സത്സംഗത്തിൽ, ദൈവമേ, ഞാൻ എൻ്റെ മകൻ്റെ കല്യാണം ഒന്ന് നടത്താൻ വേണ്ടി ആ ഒറ്റക്കാര്യം മാത്രം നടന്നാൽ മതി, അത് മാത്രം നടന്നാൽ മതി, ഇനി ഒന്നും ചോദിക്കില്ല, ശ്രീകൃഷ്ണനോട് പ്രാർത്ഥിക്കാം, വേറെ ഒന്നും വേണ്ട എനിക്ക്. ശരി, 3 മാസം കഴിഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ മകന് കുട്ടികളില്ല. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ വീണ്ടും, ദൈവമേ കൃഷ്ണ, ഒരു കുഞ്ഞിക്കാലും, അത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒന്നും പറയില്ല. അപ്പം ഇങ്ങനെയാണ് നമ്മളുടെ ആഗ്രഹത്തിനൊരിക്കലും അവസാനം ഉണ്ടാവില്ല. അപ്പോൾ വാസ്തവത്തിൽ നമ്മൾക്ക് മക്കളോടാണ് സ്നേഹം, ദൈവത്തിനോടല്ല, അല്ലേ? അപ്പോൾ വാസ്തവത്തിൽ സ്നേഹമെന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ മനസ്സിലാക്കിയതാണ്, സ്നേഹമെന്ന് പറയുന്നത് ഗുരുവിന് സന്തോഷമാകുന്ന കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതാണ് സ്നേഹം. ഇപ്പം എന്നെ ഒരാൾ, ഞാൻ ഇങ്ങനെ ചെയ്യുന്ന ആളൊന്നുമല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കണം. എന്നെ ഒരാൾ വഴക്ക് പറഞ്ഞാൽ ഞാൻ തിരിച്ചും വഴക്ക് പറയും. അല്ലേ സ്വാമി? അപ്പോഴത്തെ രാജി വെക്കുന്നു സ്വാമി. സത്യമാണ് കേട്ടോ. സ്വാമി വന്നപ്പോഴും പല പ്രാവശ്യം ഞാനത് രാജിവെക്കുന്നത് വഴക്ക് പറഞ്ഞുകൊണ്ടല്ല സ്വാമി. നമ്മൾക്ക് സ്വാമിയുടെ കർമ്മശേഷിക്ക് അനുസരിച്ച് വരാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വേറൊരാളെ ആക്കിയാൽ നന്നായിരിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. രാജിവെച്ച് ഞാനടിയും പോവില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ സത്യം പറഞ്ഞാൽ എന്നെ ഒരാൾ വഴക്ക് പറഞ്ഞാൽ തിരിച്ച് നമുക്ക് വിഷമമുണ്ടാവും, ഞാൻ അങ്ങോട്ട് തിരിച്ച് പറയും. പക്ഷേ ഇപ്പം ലളിതാമ്മ എന്നെ വഴക്ക് പറഞ്ഞു.
അപ്പോൾ ഞാൻ അങ്ങോട്ടും തിരിച്ചു പറയുന്നു, ലളിതാമ്മയുടെ ഉള്ളിലുള്ള ജീവൻ ഗുരുവിൻ്റെ പ്രകാശമാണ്, എൻ്റെ ഉള്ളിലുള്ള ജീവനും ഗുരുവിൻ്റെ പ്രകാശമാണ്. പക്ഷെ രണ്ടുപേരുടെയും മനസ്സ് വ്യത്യാസമാണ്. അപ്പം ഞാൻ വഴക്ക് അങ്ങോട്ട് പറയുമ്പോൾ ഗുരുവിനെയാണ് വഴക്ക് പറയുന്നത്. അപ്പോൾ ഗുരുവിന് എന്തായിരിക്കും സന്തോഷം? പറയാതിരിക്കുക, അല്ലേ? ലളിതാമ്മയും എന്നെ വഴക്ക് പറയാതിരിക്കാൻ ഞാൻ അങ്ങോട്ടും പറയാം, അതാണ് ഗുരുവിന് സന്തോഷം. ഇപ്പോൾ ഗുരുവിന് സന്തോഷമുണ്ടാകുന്ന കാര്യം നമ്മളെപ്പോൾ ചെയ്യുന്നോ അതാണ് ലവ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ ചെയ്യാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ കഴിയില്ല. പക്ഷേ നമ്മൾ എപ്പോഴും ഒരു കാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ ഗുരുവിന് സന്തോഷമുണ്ടാകുമോ, അല്ലെങ്കിൽ ഗുരുവിന് ദുഃഖമുണ്ടാകുമോ, അല്ലെങ്കിൽ ഗുരുവിന് ദേഷ്യം വരുമോ എന്ന് നോക്കിയാൽ മതി. വളരെ സിമ്പിളാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് പ്രതികരിച്ചു പോകും. ആ പ്രതികരിക്കുന്നത് ഒഴിവാക്കാൻ ഏറ്റവും നല്ല മാർഗം ഇതാണ്. അപ്പം അങ്ങനെയുള്ള സ്നേഹം എവിടെയുണ്ടോ അതാണ് വാസ്തവത്തിൽ പ്രകാശം. അതാണ് ലവ് ഈസ് ലൈറ്റ് എന്ന് പറയുന്നത്. ആ ലവ് വന്നു കഴിഞ്ഞാൽ സുധിയേട്ടനെയും ലളിതാമ്മയും ഒക്കെ എനിക്ക് ഒരുപോലെ തോന്നും. എനിക്ക് വിഷമം വരുമ്പോൾ അവർക്ക് വിഷമം വരുമ്പോൾ എല്ലാം നമുക്ക് വിഷമം വരുമ്പോൾ തോന്നും. അതാണ് വാസ്തവത്തിൽ ലവ് ഈസ് ലൈറ്റ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഇങ്ങനെയുള്ള ഒരു ഭക്തി വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഭൗതികമായ കാര്യത്തിൽ നമ്മളുടെ ഭൗതികത ഇല്ലാതെ പറ്റുമോ? ഇപ്പം നമുക്ക് ഭക്ഷണം വേണം, വസ്ത്രം വേണം, ജീവിക്കണം. ഭൗതികമായ കാര്യം ഇല്ലാതെ പറ്റില്ല. പക്ഷേ ഭൗതികതയിൽ നിന്നും മാറുമ്പോഴാണ് വാസ്തവത്തിൽ ഇതുപോലുള്ള സ്നേഹം വരുന്നത്. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. ഒരു ഷെയ്ഖ് ഉണ്ടായിരുന്നു. ഷെയ്ഖ്, അതായത് അറബിക് ഷെയ്ഖ്. അദ്ദേഹത്തിന്, നിങ്ങൾ ചിരിക്കരുത്, അദ്ദേഹത്തിന് 20 ഭാര്യമാരുണ്ട്. പഴയ ഒരു ഷെയ്ഖിൻ്റെ കഥയാണ്. 20 ഭാര്യമാർ. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം യൂറോപ്യൻ ടൂറിന് പോയി. ഇപ്പോൾ ടൂറിന് പോയപ്പോൾ പല സ്ഥലങ്ങളിലും പല സാധനങ്ങളും കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് അതൊക്കെ വാങ്ങിക്കണം തോന്നി. അപ്പോൾ അദ്ദേഹം ഈ 20 ഭാര്യമാർക്കും കത്തെഴുതി. കുറേ കാലം മുമ്പാണ്, അന്ന് ഫോണൊന്നുമില്ല. കത്തെഴുതി, നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ള സാധനങ്ങൾ അറിയിക്കുക, ഞാൻ കൊണ്ടുവരാം. അപ്പോൾ എല്ലാവരും തന്നെ ഓരോ സാധനങ്ങൾ, ഇപ്പോൾ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്തൊക്കെ എഴുതുമെന്ന് നമുക്കറിയാം, അല്ലേ? അത്തറ് വേണം, മറ്റേ അത് വേണം, അങ്ങനെ ഓരോ സാധനങ്ങൾ എഴുതി അയച്ചു കൊടുത്തു. പക്ഷെ അവസാനം കല്യാണം കഴിച്ച ഒരു ഭാര്യ ഒരു ഇൻലൻഡിൽ 1 എന്നെഴുതി അയച്ചു കൊടുത്തു. 1. അപ്പോൾ ഇദ്ദേഹം ഈ കത്ത് കിട്ടിയപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു. പക്ഷേ ഇതെന്താണ് ഈ 1 എന്നറിയില്ല. അപ്പോൾ അവർക്കെല്ലാം സാധനങ്ങൾ പാർസലായി അയച്ചു കൊടുത്തു, വേണ്ടവർക്കെല്ലാം. നേരെ ഈ 1 എന്നെഴുതി അവസാനത്തെ ഭാര്യയുടെ അടുത്തേക്ക് വന്നു. ഇത് ചോദിച്ചു, എന്താണ് നീ 1 എന്ന് എഴുതാൻ കാരണം? എനിക്കൊന്നും വേണ്ടേ? അപ്പോൾ അവർ പറഞ്ഞ ഉത്തരമാണ് ഏറ്റവും രസം. അവർ പറഞ്ഞത്, എനിക്ക് അങ്ങയെയാണ് വേണ്ടത്, എനിക്ക് സാധനങ്ങളല്ല വേണ്ടത്. അതാണ് നമ്മൾ ഗുരുവിനോട് പറയേണ്ടത്. നമുക്ക് എല്ലാവർക്കും ഗുരുവിനോട് സ്നേഹമുണ്ടെന്നൊക്കെ പറയും, പക്ഷേ എനിക്ക് ഗുരുവിനെയാണ് വേണ്ടത് എന്ന് പറയാൻ കഴിയുമ്പോഴാണ് നമ്മൾ ഭൗതികതയിൽ നിന്നും മാറിപ്പോകുന്നത്. ഇപ്പോൾ ഭൗതികത വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഭൗതികതയോട് കൂടി തന്നെ ഗുരുവിനെ വേണമെന്ന് തോന്നണം. പണ്ട് അയാളിവിടെ ഇരിക്കുന്നുണ്ട്, എന്നോട് പറഞ്ഞു, എൻ്റെ ഒരു ആഗ്രഹം, ആരാണെന്ന് ഞാൻ പറയില്ല കേട്ടോ, എൻ്റെ ഒരു ആഗ്രഹം ഈ ജന്മത്തിൽ തന്നെ ഗുരുവിൽ ലയിക്കണം എന്നാണ്. ഞാൻ പറഞ്ഞു, അത് കുറച്ച് കടന്ന കൈയല്ലേ അമ്മയെന്ന് ചോദിച്ചു, ഈ ജന്മത്തിലാവുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, മാഷക്ക് കുശുമ്പായിട്ടല്ലേ അങ്ങനെ പറയണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കുശുമ്പ് കൊണ്ടല്ല, നമ്മളെയൊക്കെ ചരിത്രം വെച്ച് നോക്കുമ്പോൾ ഈ ജന്മത്തിൽ തീർന്നു പോകുമോ കർമ്മദോഷമൊക്കെ. പക്ഷെ അതൊരു നല്ല ചിന്തയായിട്ട് എനിക്ക് തോന്നിയത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലൊരു ബയോ ക്ലോക്ക് ഉണ്ട്. ബയോ ക്ലോക്ക് കേട്ടിട്ടുണ്ടോ? നമ്മൾ എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിച്ച് രാവിലെ അലാറം വെച്ചാൽ അലാറം അടിക്കുന്ന മുമ്പ് തന്നെ നമ്മൾ ഉറക്കം കളയും. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിലൊരു ബയോ ക്ലോക്ക് ഉണ്ട്. അപ്പോൾ ഈ അമ്മ പറഞ്ഞതുപോലെ എനിക്ക് ഗുരുവിൽ ലയിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരുപക്ഷെ ഈ ജന്മത്തിൽ തന്നെ നടന്നുകൂടെയൊന്നുമില്ല. അതെ, അണയുന്നു. അപ്പോൾ ഈ ജന്മത്തിൽ അങ്ങനെ സമയം അവർ പറഞ്ഞത് എനിക്ക് മോക്ഷം കിട്ടണമെന്നാണ്.
അപ്പം പറഞ്ഞു ഈ ജന്മത്തിൽ മോക്ഷം കിട്ടാൻ കുറച്ച് പാടായിരിക്കും ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നമ്മൾ ഒരു കാര്യം ചിന്തിച്ചുകൊണ്ടേ ഇരുന്നാൽ ചിലപ്പോൾ നടന്നിരിക്കാം. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഭൗതികത വേണ്ടെന്നല്ല പറഞ്ഞത്. ഭൗതികയുടെ കൂടെ നമ്മൾ ഗുരുവിനെ നമ്മൾ ചേർത്ത് വെക്കാൻ എപ്പോഴും പഠിക്കണം. എനിക്ക് പറ്റാത്ത കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. എനിക്ക് പറ്റുന്നില്ല, പക്ഷേ പറ്റാൻ എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ദൈവം പക്ഷേ നമ്മളോട് എങ്ങനെ പെരുമാറിയാലും നമുക്കത് വിഷമമുണ്ടാവില്ല. ഒറ്റൊരു ഉദാഹരണം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. സമയം കൂടുതലായൊന്നും എനിക്കറിയില്ല. ഒറ്റ ഉദാഹരണം കൂടി. അതായത് പാണ്ഡവരുടെയും ധൃതരാഷ്ട്രരുടെ മക്കൾ 100 യുദ്ധം നടക്കുന്ന സമയം, മഹാഭാരത യുദ്ധം നടക്കുന്ന സമയത്ത് ഈ യുദ്ധത്തിൽ ശ്രീകൃഷ്ണൻ ആയുധമെടുക്കില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ദിവസം ഭീഷ്മരോട് ദുര്യോധനൻ വന്നിട്ട് പറഞ്ഞു, പിതാമഹ, അങ്ങ് പാർഷ്യലാണ്, അങ്ങ് പാണ്ഡവരോട് കുറച്ച് സ്നേഹം കൂടുതലാണ്, അതുകൊണ്ട് അങ്ങ് ശരിക്കും യുദ്ധം ചെയ്യുന്നില്ല. അർജുനനോട് അങ്ങേക്ക് കൂടുതൽ സ്നേഹമുണ്ട്, അതുകൊണ്ട് യുദ്ധം ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ഭർഷിച്ചു. അദ്ദേഹം പറഞ്ഞു, നാളെ നീ കണ്ടോ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അദ്ദേഹം യുദ്ധം ചെയ്യാൻ തുടങ്ങി. സകലരെയും തോൽപ്പിച്ച് അവസാനം പാണ്ഡവസേനയുടെ നിലംപരിശാക്കി കഴിഞ്ഞു. അപ്പോൾ ഇത് കണ്ട് ദേഷ്യം വന്നിട്ട് അർജുനനോട് കൃഷ്ണൻ വഴക്ക് പറഞ്ഞു. പക്ഷേ അർജുനന് പോലും ഏറ്റുമുട്ടാൻ പറ്റിയില്ല. അവസാനം കൃഷ്ണൻ ദേഷ്യം വന്നിട്ട് കൃഷ്ണൻ ചക്രമെടുക്കുകയാണ്, സുദർശന ചക്രം എടുത്തു. അപ്പോൾ ഭീഷ്മർ വലിയ താഴെ വെച്ചു. എന്നിട്ട് സൗഹൃദം കൊണ്ട് പറഞ്ഞു, ഭഗവാനെ വരൂ, അങ്ങയുടെ കൈ കൊണ്ട് മരിക്കാൻ എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ എന്ന്. അപ്പോൾ ശ്രീകൃഷ്ണൻ അപ്പോഴാണ് പെട്ടെന്ന് ഓർത്തത്, ഞാൻ ആയുധമെടുക്കാൻ പാടില്ലെന്ന്. പക്ഷേ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തെ കൊന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഭീഷ്മർ അവസാനം പോർക്കളത്തിൽ വീണപ്പോൾ ശ്രീകൃഷ്ണൻ്റെ ആ ദേഷ്യം വന്ന മുഖമാണ് ആരാധിച്ചതെന്നാണ് പറഞ്ഞത്. ശ്രീകൃഷ്ണൻ ദേഷ്യം വന്നിരിക്കുന്ന മുഖം, അത് ഭീഷ്മർക്ക് മടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു മുഖമാണ് ദൈവത്തിന് ദേഷ്യം വന്നാലും സ്നേഹം വന്നാലും എന്തായാലും ഭക്തൻ്റെ ഹൃദയത്തിൽ ആ മുഖം ഏതെങ്കിലും രൂപത്തിലുണ്ടാവണം. ആ രൂപം ആരാധിച്ചുകൊണ്ട് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഭീഷ്മർ മരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ദൈവത്തിനെ ഏത് രീതിയിൽ പെരുമാറിയാലും ഭക്തന് സന്തോഷമുണ്ടാവണം. ശിഷ്യപൂജ നമ്മൾ നോക്കിയാലും നോക്കിയില്ലെങ്കിലും ചിരിച്ചാലും വഴക്ക് പറഞ്ഞാലും എല്ലാം, സ്വാമി എന്നെ വഴക്ക് പറഞ്ഞാലും എല്ലാം ഒരേ രീതിയിൽ എടുക്കാൻ എനിക്ക് പറ്റുമ്പോഴാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാനൊരു ഭക്തനാകുന്നത്. അങ്ങനെയുള്ള ഭക്തി എല്ലാവർക്കും ഉണ്ടാവാൻ ഇടയാവട്ടെ. എല്ലാവർക്കും ഗുരുവിൻ്റെ കാരുണ്യം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ എൻ്റെ ഗുരുവിൻ്റെ പാദത്തിൽ സമർപ്പിക്കുന്നു. സദ്ഗുരുവേശ്വരൻ.